ഇന്നത്തെ ടോപ്പിക് ഇത്തിരി സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമുക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് ബ്ലോഗ് ചാനൽ. ഇതിഹാസങ്ങൾ ലയണൽ മെസ്സിക്കൊപ്പം സുനിൽ ഛേത്രിയും സച്ചിൻ തെണ്ടുൽക്കറും. ഇന്നത്തെ ടോപ്പിക്ക് ഇത്തിരി സ്പെഷ്യലാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ സ്പെഷ്യൽ കാര്യങ്ങൾ തന്നെയാണ്. വേറൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യം മുതൽ തുടങ്ങാം, അപ്പോൾ നമുക്ക് അവസാനം എൻഡിങ് സുഖമായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, മെസ്സിയും കൂട്ടരും ഇന്ത്യക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മെസ്സിയും കൂട്ടരും ഇന്ത്യക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ. മെസ്സിയും കൂട്ടരും ഇന്ത്യക്ക് വന്നതിന് ശേഷം നമുക്കറിയാം ഇന്ത്യയിലെ രണ്ട് ലെജൻസാണ്. അതിപ്പോൾ ഫുട്ബോളിൽ എടുക്കുകയാണെങ്കിൽ സുനിൽ ഛേത്രി ആണെങ്കിൽ, ഫുട്ബോളിൽ സുനിൽ ഛേത്രി ആണെങ്കിൽ ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറാണ്. അപ്പോൾ ആ രണ്ട് ലെജൻസുകൾ ഒരൊറ്റ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതാണ് ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഫുട്ബോളിൽ നിന്ന് തുടങ്ങാം. ഫുട്ബോളിൽ നോക്കുകയാണെങ്കിൽ സുനിൽ ഛേത്രിയിൽ തുടങ്ങാം. ആ സുനിൽ ഛേത്രിയും മെസ്സിയും മെസ്സിൻ്റെ ആ ജേഴ്സിയും കണ്ട ആ ഫ്രെയിം ഉണ്ടല്ലോ, ഞാനിപ്പോൾ ആ സ്ക്രീനിലിപ്പോൾ ആ ഫ്രെയിം വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. എന്ത് മനോഹരമായ ഫ്രെയിമാണല്ലേ. രണ്ട് ലെജൻസുകൾ ഒരൊറ്റ ഫ്രെയിമിലൊക്കെ കിട്ടുക. ഇനിയിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ എന്താ പറയുക, ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നൊരു സംഭവമല്ല ഇതെന്ന് പറയുന്നത്. ഈ സുനിൽ ഛേത്രിയും ലയണൽ മെസ്സിയും ഒരൊറ്റ ഫ്രെയിമിൽ, സത്യം പറയട്ടെ, ഞാൻ ഒരു എന്ത് പറയുകയാണെങ്കിലും അതിനൊരു നെഗറ്റീവ് ഉണ്ടാവും, അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരു നെഗറ്റീവ് പറയും. നെഗറ്റീവാണല്ലോ ഇപ്പം എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ ഒരു നെഗറ്റീവ് പറയും. ഞാൻ സുനിൽ ഛേത്രിയല്ലേ, ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിന് എന്തെങ്കിലും തെറ്റ് വരാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക്, ഓരോ പൗരനും അവനക്ക് സംസാരിക്കാനുള്ളൊരു അവകാശം ഉണ്ടല്ലോ. അവൻ്റെ അഭിപ്രായങ്ങൾ ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളൊരു അഭിപ്രായമുണ്ടല്ലോ. എന്ന രീതിയിൽ കുറച്ച് കൂടി പോയില്ലേ, സോറി. ഒരു അഭിപ്രായം പറയാന്നുള്ള രീതിയിൽ അഭിപ്രായം ആർക്കും പറയാലോ. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് പറയാം കേട്ടോ സുനിൽ ഛേത്രിനെ പറ്റിയിട്ട്. ഞാൻ ജനിച്ചത് മുതൽ ദേണ്ട ഒരു നെഗറ്റീവ് വരേണ്ട വരെ സുനിൽ ഛേത്രിയെ എങ്ങനെ കണ്ടിരുന്നതെന്ന് വെച്ചാൽ, അർജൻറ്റീനക്കാർക്ക് ലയണൽ മെസ്സി എങ്ങനെയാണോ, ബ്രസീലുകാർക്ക് നെയ്മർ എങ്ങനെയാണോ, പോർച്ചുഗൽക്കാർക്ക് റൊണാൾഡോ എങ്ങനെയാണോ, ഫ്രാൻസുകാർക്ക് എംബാപ്പെ എങ്ങനെയാണോ, അതേപോലെ തന്നെ ആയിരുന്നു ഓരോ ഇന്ത്യക്കാരനും സുനിൽ ഛേത്രി എന്നുള്ളത്. ഞാൻ അങ്ങനെ കണ്ടിരുന്ന ഒരാളാണ്. ഞാൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ലെജൻഡ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ സുനിൽ ഛേത്രിയാണ്. അതിപ്പോഴും അതങ്ങനെ തന്നെയാണ്. പക്ഷേ സുനിൽ ഛേത്രിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്തെന്ന് വെച്ചാൽ, ഏത് ഇയറാന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാൻ പറയാണ്, ISL കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു FC തമ്മിലൊരു മത്സരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്വാർട്ടർ ഫൈനലോ ഇനി സെമി ഫൈനലോ ഏതറിയില്ല, ക്വാർട്ടർ ഫൈനലാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടങ്ങൾ. ക്വാർട്ടർ ഫൈനലിൽ ബംഗളൂരിന് അനുകൂലമായിട്ട് ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ, ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണ്, അതുകൊണ്ട് ഞാൻ പറയാണ്. ഇനിയിപ്പോൾ ആദ്യമേ കയറില്ല, ഞാൻ സുനിൽ ഛേത്രിൻ്റെ ഒരു നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ആ ടൈമിൽ ബംഗളൂരിനൊരു ഒരു ഫ്രീ കിക്ക് കിട്ടുകയാണ്. ആ ഫ്രീ കിക്ക് കിട്ടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സ് എല്ലാവരും വാറൊക്കെ റെഡി ആവാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. കീപ്പർ പോലും റെഡി ആയിട്ടില്ല. അപ്പോൾ സുനിൽ ഛേത്രി അപ്പോഴത്തേനും അടിച്ച് കാണ്ട് പോസ്റ്റിക്ക് കയറ്റാണ്. അത് നേരെ ഗോളായി മാറ്റുകയാണ്. നിങ്ങൾ ഈ നാടകീയ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ടോണി പറയാണ് അറിയാത്തവരിലേക്കായിട്ട്. അങ്ങനെ സംഭവം വരികയാണ്. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ഫോം വിളിക്കുന്നുണ്ട്, അതൊക്കെ അവിടെ പോട്ടെ. അപ്പോൾ ഞാൻ പറയാനുള്ളത്, സുനിൽ ഛേത്രി അത് ചെയ്തു. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ അത് റീടേക്ക് എടുക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. ഞാൻ പറയട്ടെ, സുനിൽ ഛേത്രിക്ക് ആ നെഗറ്റീവ് ഒഴിവാക്കാമായിരുന്നു. എന്നാണെന്നറിയോ, അന്ന് സുനിൽ ഛേത്രി, ആ ടൈമിൽ സുനിൽ ഛേത്രി പറയാണ്,
നമുക്കൊന്നും കൂടെ റീടേക്ക് എടുക്കാം. അതിൻ്റെ അടുത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഐ മീൻ ഒരു ലെജൻഡാണ്. ലെജൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ സുനിൽ ഛേത്രിക്ക് പറയാം, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്, ഞാൻ റീടേക്ക് എടുക്കാം എന്ന് സുനിൽ ഛേത്രി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് സുനിൽ ഛേത്രി എന്ന് പറയുന്ന ആ പ്ലെയറിന് ഒരു നെഗറ്റീവ് പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ആ ഒരു നെഗറ്റീവ് ഒഴിവാക്കുകയാണെങ്കിൽ ഇപ്പോഴും ഓരോ ഇന്ത്യക്കാരനും സുനിൽ ഛേത്രിനെ നെഞ്ചിലേറ്റുക തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതന്നെയാണ് ഈ ഫ്രെയിമിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത ഫ്രെയിമിലേക്ക് അടക്കാം. അപ്പോൾ ആ ഫ്രെയിമിലൊന്നും ഇവിടെ അപ്പോൾ എത്രയുള്ള നെഗറ്റീവ് സുനിൽ ഛേത്രിൻ്റെ ഒരു നെഗറ്റീവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനോട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ആയത്. എന്നാലും ആ നെഗറ്റീവ് ഒഴിവാക്കിയാലും സുനിൽ ഛേത്രിനെയും അതേപോലെ തന്നെ ലയണൽ മെസ്സിയെയും ഒരൊറ്റ ഫ്രെയിം കണ്ടപ്പോൾ എന്തറിയില്ല, കണ്ണ് നിറഞ്ഞു പോയി. ആനന്ദ കണ്ണ് നിറഞ്ഞു പോയി. വളരെയധികം സന്തോഷം. എന്താ പറയുക, എന്തോ വലിയ കിട്ടിയ മാതിരി, എന്തോ വലിയ നേടിയ മാതിരിയുള്ളൊരു സന്തോഷം കിട്ടിപ്പോയി. നിങ്ങൾക്ക് അതേപോലെ ആണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കാം. അതാണ് ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ ഫ്രെയിമിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ഫ്രെയിമാണ് ക്രിക്കറ്റിൻ്റെ എന്താ പറയുക ലെജൻഡ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഓരോ ഇന്ത്യക്കാരൻ്റെ ഉള്ളിൽ നെഞ്ചിൻ്റെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്ന നമ്മുടെ സ്വന്തം സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്ന ആ താരം. സച്ചിൻ തെണ്ടുൽക്കറും ലയണൽ മെസ്സിയും ആ ഒരൊറ്റ ഫ്രെയിമിൽ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ സാറേ, അതാണ് കിട്ടില്ല ഫീൽ. സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. രണ്ട് ഫ്രെയിമും ഈ ഫ്രെയിം പറയാൻ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ആ ഫ്രെയിമിൽ വെക്കുക, ഇന്ത്യൻ ജേഴ്സി ലയണൽ മെസ്സി പിടിച്ചപ്പോൾ തന്നെ സാറേ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത കാര്യമൊക്കെയാണ്. കാരണം ലയണൽ മെസ്സിനെ പോലത്തുള്ള വലിയൊരു പ്ലെയർ നമ്മളെ ഇന്ത്യൻ ജേഴ്സിയൊക്കെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം നമ്മൾ വലിയ ആൾക്കാരായില്ലടാ. വളരെ സന്തോഷം തോന്നി. ഇനിയിപ്പോൾ എന്താണ് നേടിയെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഈ ഫുട്ബോൾ കണ്ട് നീ എന്ത് നേടിയെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇത് നേടിയെന്ന് നമുക്ക് ആനന്ദത്തോടെ പറയാലോ. അപ്പോൾ എത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനോടുള്ള നിങ്ങളെ മറുപടി താഴെ കമൻ്റായി അറിയിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനവിടെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.